തമിഴ്നാട്ടിലെ മധുരയിലെ രാജകീയമായ വാസ്തുവിദ്യാ പ്രതാപത്തിന്റെ ഒരു നിത്യസ്മാരകമാണ് തിരുമല നായക്കർ മഹൽ. 1636-ൽ നായക്കർ രാജവംശത്തിലെ ശക്തനായ ഭരണാധികാരി തിരുമല നായക്കറാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. മധുരയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചരിത്രത്തെ ആഡംബരപൂർണമായ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ച നിർമ്മിതിയായിരുന്നു ഇത്. നായക്കർ ഭരണാധികാരികൾ ആദ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ വിശ്വസ്ത സൈനിക ഗവർണർമാരായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ വിജയനഗര സാമ്രാജ്യം ദുർബലമായപ്പോൾ അവർ മധുരയിൽ സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ ഈ കൊട്ടാരം ഇന്തോ ഇസ്ലാമിക ശൈലികളുടെ സമന്വയമാണ്. യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനവും ഇവിടെ കാണാം. വിശാലമായ തുറന്ന മുറ്റങ്ങൾ, ഉയർന്ന കമാനങ്ങൾ, ഭീമാകാരമായ തൂണുകൾ എന്നിവ ഈ കൊട്ടാരത്തിന്റെ മുഖ്യ സവിശേഷതകളാണ്. കൊട്ടാരത്തിന്റെ ഹൃദയഭാഗമായ സ്വർഗവിലാസം ദർബാർ ഹാൾ അത്യന്തം വിസ്മയകരമാണ്. ഏകദേശം 82 അടി ഉയരവും 19 അടി ചുറ്റളവുമുള്ള ഇതിന്റെ വൻ തൂണുകൾ ഇന്നും ഉറപ്പോടെ നിൽക്കുന്നു. ചരിത്രപരമായ മാറ്റങ്ങളുടെ ഫലമായി ഇന്ന് നാം കാണുന്ന കൊട്ടാരം ആദ്യകാല കൊട്ടാരത്തിന്റെ ഏകദേശം 4/1 ഭാഗം മാത്രമാണ്. 19-ാം നൂറ്റാണ്ടിൽ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയർ നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഈ അവശേഷിക്കുന്ന പ്രൗഢിയെ സംരക്ഷിച്ചത്. സുറുക്കി എന്ന സവിശേഷമായ മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരം നൂറ്റാണ്ടുകൾക്കിപ്പുറവും മധുരയുടെ രാജകീയ പ്രതാപം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ നിലനിർത്തുന്നു.